കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ എനിക്ക് മറ്റേ ഓഗസ്റ്റ് 1 സിനിമയാണ് ഓർമ്മ വരുന്നത്. പലർക്കും അത് ഓർമ്മ വരും. പുള്ളി അത് കണ്ടിട്ട് ഫോളോ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് വരും. ഭയങ്കര സംഭവമായിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി. പഴയ മുഖ്യമന്ത്രിക്കാണെങ്കിൽ വി ഡി സതീശൻ സാറിനെ കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ല. ഇയാളാണെങ്കിൽ എല്ലാത്തിനും മറുപടി പറഞ്ഞ് ഫലിപ്പിക്കുകയും ചെയ്യും. പഴയ മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഇതങ്ങോട്ട് ഇവൻ എങ്ങനെയാടാ വളർന്നു വന്നത്, ഒരു പ്രായം കഴിയുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. ഇവൻ എങ്ങനെ വളർന്നു വന്നു, ഇവന് ഈ സ്ഥിതിയിൽ ഇവൻ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ, ഇതെന്താടാ സംഭവിച്ചത്, എവിടെയാണ് എനിക്ക് അബദ്ധം പറ്റിയതെന്നും പറഞ്ഞുകൊണ്ട് ആകെ കൂടെ പുള്ളിക്ക് ഇലക്ഷനിൽ പാർട്ടി തോറ്റതല്ല പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം. പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വി ഡി സതീശനും സംഘവും ഓപ്പോസിറ്റിലിരിക്കുന്നു. വി ഡി സതീശൻ എങ്ങനെ മുഖ്യമന്ത്രിയായി? വി ഡി സതീശൻ്റെ വേലയാണ് മറ്റേ പുള്ളിയുടെ മോളുടെ പേർക്ക് ഇ ഡി വാറണ്ട് വരാൻ കാരണം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയാണ്. വി ഡി സതീശൻ്റെ പാർട്ടിക്കും ഇ ഡി ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു കണക്ഷനും ഇല്ല. അതുപോലും പുള്ളി മറക്കുന്നു. അത്രയ്ക്കും പുള്ളി ഈ ഈഗോയും ഈ ദേഷ്യം, ഈ വെഞ്ചൻസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, എടാ പോടാ പുല്ല് എന്ന് പറഞ്ഞ് നമ്മളൊരാളിനെ പുച്ഛിച്ച് കഴിഞ്ഞിട്ട് അവൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോഴേ അത് ആ പൊസിഷനിലുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. ആ ഒരു സംഭവമാണിപ്പോൾ പിണറായി സാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ എന്തോ ചെളിവെള്ളം പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ കാണിച്ചു. ഓപ്പോസിറ്റ് പാർട്ടിയിലെ ആൾ, അതായത് ഓപ്പോസിറ്റ് പാർട്ടിയിലെ ഭരണകക്ഷിയിലെ ആൾ വീഡിയോ കാണിച്ചു. നോക്കുമ്പോൾ റോഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം, റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമേ അതിങ്ങനെ എടുത്തിങ്ങനെ ഈ ബോട്ടിലോട്ട് നിറയ്ക്കുകയാണ്. അതിൻ്റെ കാര്യമാണ് പിണറായി ഒന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ചെളിവെള്ളമാണോ ഇപ്പോൾ മറ്റേ ജലപീരങ്കിയിൽ യൂസ് ചെയ്യുന്നത്, ഇതെന്താണ് ഇത്? എൻ്റെ ദൈവമേ, ഇതുപോലെ ഒരു മുട്ടാപ്പോക്ക് പറയാന്ന് പറഞ്ഞാൽ ഇയാൾ ശരിക്കും തമിഴ്നാട്ടിലൊക്കെ വിടണം. തമിഴ്നാടിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഞാൻ കുറേ നാളായിട്ട് ഈ വിജയ് എന്ന് പറഞ്ഞ് ഉള്ള ഈ ഫെനോമിന ഉണ്ടല്ലോ, ഒരു ഫെനോമിനയും ഒരു കോപ്പമൊന്നും അല്ല അത്. അവനൊരു മുട്ടാളാണ്, മുട്ടാളൻ. അതാണ് വിജയ്. ആ വിജയ് എന്താണേലും മുട്ടാളായാലും അവൻ CM ആയി. അയാൾ CM ആയിട്ട് ഇപ്പോൾ ഇരിക്കുകയാണ്. പക്ഷേ ഒരു അർഹതയും ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് ഞാൻ പറയത്തുള്ളൂ. ഞാൻ മാത്രമല്ല, പാതി തമിഴ്നാട് അതാണ് പറയുന്നത്. പക്ഷേ കേരളത്തിലും ആന്ധ്രയിൽ മറ്റേ ഇയാൾ പവൻ കല്യാൺ ഒരു മീറ്റിങ്ങിൽ വരെ സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു, എന്താ വെച്ചാൽ അടുത്ത സംസ്ഥാനത്തിൽ ഈ കട്ടൗട്ടൊക്കെ വെച്ചിട്ട് ആൾക്കാർ മുഖ്യമന്ത്രിയൊക്കെ ആയി പോകുമെന്ന്. ഞാൻ 15 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ ഒരുത്തൻ എന്നും പറഞ്ഞുകൊണ്ട്, പവൻ കല്യാണും വിജയും കട്ട ഫ്രണ്ട്സാണ് കേട്ടോ. പവൻ കല്യാണിൻ്റെ എല്ലാ പടങ്ങളും കോപ്പി അടിക്കലാണ് വിജയുടെ പരിപാടി. ഈ ജനനായകൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പടം ഉണ്ടല്ലോ, അതും പവൻ കല്യാണിൻ്റെ എന്തോ പടമാണെന്ന് തോന്നുന്നു. എന്നാണേലും അത് പോട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. ഈ വിജയിനെ പൊക്കി പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കുറേ എണ്ണം ഉണ്ടെന്ന്, ഈ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ വരെ, പിന്നെ ഒരുപാട് ആൾക്കാർ സത്യം മാത്രം വിളിച്ചു പറയുന്ന ഒരുപാട് യൂട്യൂബേഴ്സ്, അവർക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ അവർ പോലും ഈ മീഡിയയുടെ ഈ ഹൈപ്പിൽ വിജയുടെ പാർട്ടി കാണിക്കുന്ന ഈ മീഡിയ മാനിപ്പുലേഷനിൽ വീണിട്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അവരൊക്കെ ഇങ്ങനെ കാലുമാറി അവരൊക്കെ വിജയുടെ പാർട്ടിയിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണോ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അത് കാണുമ്പോൾ നമുക്ക് സഹിക്കുന്നില്ലെന്ന് വെച്ചാൽ എന്തുവാടേ ഇത്? ഇത്രയും ഒരു വൃത്തിയായിട്ട ഒരുത്തനെ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി പറഞ്ഞ് അവൻ എന്തോ ആകാശത്തോളം എത്തിയെന്നൊക്കെ വേണേൽ പറയാം. അവൻ ഇല്ലെങ്കിൽ തമിഴ്നാട് ഇല്ല എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിൽ കുറേ മുട്ടാളന്മാരുണ്ട്, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ വിജയുടെ പാർട്ടിക്ക് കിട്ടിയ വോട്ട് 30%. നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും ഇത് ചെയ്യാനൊന്നും പോകുന്നില്ല, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടി പറയുകയാണ്. അതെന്ന് വെച്ചാൽ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ പോയിട്ട് ഈ തമിഴ്നാട് സ്റ്റേറ്റ് എടുക്കുക ഇലക്ഷൻ റിസൾട്ട്സിൽ. എന്നിട്ട് TVK പാർട്ടി ജയിച്ച സ്ഥലങ്ങളിൽ TVK പാർട്ടി എടുക്കുക. പിന്നെ ആ മാർജിൻ മാത്രം ഒന്ന് നോക്കുക. TVK എന്ന് പറയുന്ന പാർട്ടി 108 സ്ഥലങ്ങളിൽ ജയിച്ചു. ഇപ്പോൾ അതിൽ 1 വിജയ് രാജിവെച്ചു. കാരണം 2 സ്ഥലത്താണ് പുള്ളി ജയിച്ചത്. പെരമ്പൂറും തിരുച്ചി ഈസ്റ്റ് കിഴക്ക് എന്ന് പറയുന്ന ഈ 2 സ്ഥലമാണ് പുള്ളി ജയിച്ചത്. തിരുച്ചി കിഴക്കിൽ പുള്ളി അത് റിസൈൻ ചെയ്തു. എന്നിട്ട് അവിടെ പോയി അവിടെ ഒരു മീറ്റിംഗ് പോലൊക്കെ നടത്തി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാമ്പയിൻ പോലെയായിരുന്നു. കാരണം അടുത്ത ആൾ ഇപ്പോൾ അടുത്ത് തന്നെ നിൽക്കണമല്ലോ, നിന്നിട്ട് അയാളെ ജയിപ്പിക്കണമെന്നുള്ള ഇതിൽ ഉള്ള ഒരു സംഭവമാണത്. നിങ്ങൾ ഇതൊന്ന് എടുത്ത് നോക്കണേ. നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ മാർജിൻ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. വിജയുടെ മാർജിൻ ഓക്കെ, വിജയ്ക്ക് ഒരു 50,000 വോട്ട് 80,000 വോട്ട് 1 ലക്ഷം വോട്ട് വന്നോട്ടെ, കൂടുതൽ ഓക്കെ, അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാം. കുറേ പ്രാന്തന്മാർ വോട്ട് ചെയ്തു എന്നൊക്കെ പറയാം. പക്ഷേ വേറെ കുറേ ആൾക്കാരുണ്ടെന്ന്. ഞാൻ തമിഴ്നാട്ടിൽ ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. വേറെ കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ അവരുടെയൊക്കെ വോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, വോട്ട് മാർജിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 107
ആൾക്കാർ, അതിൽ ഒന്ന് വിജയ് കിട്ടേര്, 106 ആൾക്കാരിൽ നിങ്ങൾ വോട്ട് മാർജിൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുത്തനുണ്ട് ഒരു വോട്ട് വ്യത്യാസത്തിന് ജയിച്ചവൻ, അവനെ വിട്ടേര്. അത് മറ്റേ കോമഡി കാണിച്ചതാണ്. അതിങ്ങനെ ഇത് വോട്ടിങ്ങൊക്കെ ശരിയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാണിച്ചതാണ്. ഈ വോട്ട് മെഷീനെ കുറ്റമാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ എൻ്റെ പുറത്ത് കേസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ പറയേണ്ടത് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ടിയും ഒരു സ്റ്റേറ്റിലും ഇപ്പോൾ മൊത്തം ഉള്ളത് തമിഴ്നാട്ടിൽ 238 മണ്ഡലങ്ങൾ. അപ്പോൾ ഈ 238 സ്ഥലങ്ങളിൽ 106 ഇവർ ജയിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇത്രയും ജനപ്രീതിയുള്ള ഒരു ഊള അങ്ങ് 80,000 വോട്ട്, 70,000 വോട്ട്, 90,000 വോട്ടൊക്കെയാണ് ഓരോ ആൾക്കാരുടെ മാർജിൻ. 17,000 വോട്ട്, 50,000 വോട്ട്, 70,000, 2,000 വോട്ട്, 4,000 വോട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലെന്നേ. അതൊക്കെ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം കാണിച്ച ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവരൊരു ഭയങ്കര മാർജിൻ കാണിക്കണമെന്നും പറഞ്ഞ്, മാസ് കാണിക്കണമെന്നും പറഞ്ഞ് അങ്ങ് ഫുള്ളായിട്ട് വെട്ടിക്കുറച്ച് ബാക്കിയുള്ള പാർട്ടിക്കൊന്നും കിട്ടാത്ത രീതിയിൽ അങ്ങനെ വെച്ചിട്ട് ഇവരുടെ പാർട്ടിക്ക് മാത്രം 70,000 വോട്ട്, 80,000 വോട്ട് മാർജിനിലാണ് ഇവരെ വിജയിപ്പിച്ചേക്കുന്നത്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സ്റ്റാലിൻ എന്ന് പറയുന്ന പഴയ മുഖ്യമന്ത്രി, പുള്ളി കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരിക്കലും തോക്കില്ല. അത് ഞാനല്ല, ആര് വേണേൽ പറയും. നിങ്ങൾ തമിഴ്നാട്ടിലുള്ള ആൾക്കാരോട്, ചെന്നൈയിലൊക്കെ ഉള്ള ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. മലയാളീസ് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. സ്റ്റാലിൻ എന്ന് പറയുന്ന ആൾ കൊളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ല എവിടെ ആയാലും സ്റ്റാലിൻ എന്ന് പറയുന്ന ആൾ ഒരിക്കലും തോക്കില്ല. കാരണം അത്രയ്ക്കും വലിയ അലിഗേഷനോ കാര്യമോ ഒന്നും DMKയുടെ പുറത്തില്ല. പിന്നെ DMK അത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിരുന്നു. അതായിരുന്നല്ലോ ഈ മറ്റേ ആക്ഷനൊക്കെ കാണിച്ചത്, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചത്. ഇപ്പോൾ വിജയ് ഇപ്പോൾ ഇന്നലെ കൈകൊണ്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. 2 ദിവസം മുമ്പേ കാണിച്ചു പുള്ളി, മറ്റേ അസംബ്ലിക്കകത്താണ് കാണിച്ചത്. ഇനി അവൻ്റെ കഥ എന്താവോ എന്തോ. അത് എന്ന് പറഞ്ഞാലും വഴിയെ പറയാം, അതിൻ്റെ കാര്യമൊക്കെ വഴിയെ വരും. ഞാൻ സ്റ്റാലിൻ ഒരിക്കലും തോക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പുള്ളി തോക്കാനുള്ള കാരണം മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ സ്റ്റാലിൻ മറ്റേ അസംബ്ലിക്കകത്ത് വന്നു കഴിഞ്ഞാൽ പുള്ളി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും വിജയ്ക്ക് ഉത്തരം പറയാൻ പറ്റില്ല. വിജയ്ക്ക് കുറേ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ വഴിയെ പറയാം. വിജയ്ക്ക് ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ പുള്ളിക്ക് പെട്ടെന്ന് മറുപടി ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ മാർജിൻ ആണ് എനിക്ക് ആദ്യത്തെ സംശയം വരാൻ കാരണം. പിന്നെന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിൽ ഒറ്റ ആളുടെ പേര് പോലും ആൾക്കാർക്ക് അറിയില്ല. എല്ലാം വിജയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തു, ഓക്കെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ ആളുടെ പേര് പോലും ആൾക്കാർക്ക് അറിയില്ല. ഇപ്പോൾ കുറേയൊക്കെ പേരുകൾ മനസ്സിലാക്കി തുടങ്ങി. എന്നാലും ഒറ്റ ഒരാൾക്കും ബുദ്ധിയില്ല. പഴയ ആൾക്കാരായാലും കൊള്ളാം, പഴയ ആളായിട്ട് 1-2 ആൾക്കാരെ ഉള്ളൂ. അതിൽ ചെങ്കോട്ടയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, പ്രായം ചെന്ന ആളാണ്. ADMK എന്നാണ് പുള്ളി ഇതിലേക്ക് വന്നത്, TVKയിലേക്ക്. പിന്നെ ഈ ആദവർജുന എന്ന് പറയുന്ന ഒരു കോമാളിയുണ്ട്, കോമാളി കള്ളൻ. നാഗാലാൻഡ്, സിക്കിം, മിസോറാം ഇവിടെയൊക്കെ ലോട്ടറി ഉണ്ടല്ലോ, അതേപോലെ നമ്മുടെ കേരളത്തിലുണ്ട്. തമിഴ്നാട്ടിൽ പക്ഷേ ലോട്ടറി ഇല്ല. അപ്പോൾ ആ ലോട്ടറിയിലൊക്കെ ഏതോ ഒരു വലിയൊരു കമ്പനിയുടെ ഒരു മുതലാളിയാണ് ഈ ലോട്ടറി മാർട്ടി എന്ന് പറയുന്ന ആൾ. പുള്ളിയുടെ മരുമകനാണ് ഈ ആദവർജുന എന്ന് പറയുന്ന കോമാളി. നല്ലൊരു 7 അടി പൊക്കവും ഒരു മണ്ടൻ സംസാരവും അവനാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും പുള്ളി എന്താ പറയുന്നത് വെച്ചാൽ ഇതൊക്കെ DMK ചെയ്തു വെച്ചിട്ട് പോയതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ DMKയുടെ അഴിമതി എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വാക്ക് തന്നെ പുള്ളി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. തമിഴിൽ ഊഴൽ എന്ന് പറയും. അഴിമതി. ഇവനെയൊക്കെ തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല, അതിങ്ങനെ ആയിപ്പോയി, അത് അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു ടോപ്പിക്കിന്ന് ഇത്രയ്ക്ക് ഞാൻ ഇവർക്ക് എതിരെ സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ വളരെ മോശമായിട്ടുള്ള പരിപാടികളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ട് കാണും, ന്യൂസിൽ ഒരുപാട് സ്ഥലത്ത് കൊച്ചുകുട്ടികളെ റേപ്പ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ മറ്റേ കൊച്ചുകുട്ടികളുടെ ആക്റ്റൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ വന്നിട്ട് അങ്ങനത്തെ കേസുകൾ 100-200 കേസുകളും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ ഈ 40 ദിവസമേ ആയിട്ടുള്ളൂ ഇവരുടെ മരണത്തിൽ വന്നിട്ട്. ഈ ഭരണം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ മരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ വളരെ വൃത്തിയായിട്ട ഒരാളാണ് ഈ വിജയ് എന്ന് പറയുന്ന ആളും ഈ അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാരും. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തും പിന്നെ നോർത്തിലൊക്കെ കുറേ ഇപ്പോൾ ഇയാളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പുറത്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നോക്കുമ്പോൾ ഇയാളെ വലിയൊരു എന്തോ ഭയങ്കര വിജയിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഇയാളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇയാളൊരു ഫ്രോഡാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ കറണ്ട് കട്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു കളി കളിക്കുന്നവർ. അതിലൊരു സ്കാം നടക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം അടുത്ത് തന്നെ പുറത്ത് വരും. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ DMK സർക്കാർ ഒരുപാട് ക്വാളിറ്റി ഇല്ലാത്ത ട്രാൻസ്ഫോമറൊക്കെ വാങ്ങിച്ചു വെച്ചു. 95,000 ട്രാൻസ്ഫോമർ എങ്ങാണ്ടാണ് കഴിഞ്ഞ DMK സർക്കാരിൻ്റെ പീരിയഡിൽ അവർ മേടിച്ച് വെച്ചത്. അപ്പോൾ അതൊക്കെ 6 ലക്ഷത്തിൻ്റെ ട്രാൻസ്ഫോമർ, 8 ലക്ഷത്തിൻ്റെ ട്രാൻസ്ഫോമർ എങ്ങാണ്ട് 12 ലക്ഷം രൂപ കൊടുത്താണ് മേടിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സ്കാമാണ്, മറ്റേതാണ്, മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. മെയ് 4-ാം തീയതി ആണല്ലോ. പിന്നെ മെയ് 10-ാം തീയതിയൊക്കെ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായി തുടങ്ങി. അപ്പോഴാണ് മെയ് 4-ാം തീയതി റിസൾട്ട് വന്നു. മെയ് 10 ആയപ്പോൾ ഇവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായി തുടങ്ങി. ആ സമയത്താണ്
ഈ മറ്റേ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞ് കഴിഞ്ഞ സർക്കാർ ഭയങ്കരമായിട്ട് സ്കാം ചെയ്തു എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ടാസ്മാക്ക് എന്ന് പറയുന്നത് അവിടുത്തെ മറ്റേ നമ്മുടെ KSBC പോലെ ബെവറേജ് കോർപ്പറേഷനാണ് ടാസ്മാക്ക്. അവിടെയാണ് മറ്റേ കള്ള് മേടിക്കും. ഈ കള്ള് മേടിക്കുമ്പോൾ 10 രൂപ എക്സ്ട്രാ മേടിക്കും തമിഴ്നാട്ടിൽ. അത് പണ്ടത്തെ സർക്കാരുള്ള സമയത്ത് ആ സമയത്ത് തന്നെ ഒരു അലിഗേഷനൊക്കെ ഉണ്ടാക്കി സെന്തിൽ ബാലാജി എന്ന് പറയുന്ന മിനിസ്റ്ററായിട്ടിരുന്ന ആളിനെ അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു BJPയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അയാളായിരുന്നു BJP ഹെഡ് തമിഴ്നാട്ടിൽ. അയാൾ ഭയങ്കര അലിഗേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സെന്തിൽ ബാലാജി എന്ന് പറയുന്ന ഈ ടാസ്മാക്കിൻ്റെ മിനിസ്റ്റർ, ടാസ്മാക്കും പിന്നെ ഇലക്ട്രിസിറ്റിയുടെ മിനിസ്റ്ററാണ് പുള്ളിയെ ഇവർ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് അറസ്റ്റ് ചെയ്ത് ഇവർ അകത്താക്കി. പഴയ ഒരു കേസ്, പണ്ട് ഈ സെന്തിൽ ബാലാജി ADMKയിലായിരുന്നു 2015 സമയത്തെങ്ങാണ്. ആ സമയത്ത് ജോലി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ആരുടെ അടുത്തുനിന്നോ 2 കോടി മേടിച്ചെന്നോ 1 കോടി മേടിച്ചെന്നോ എന്തോ കാശൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു കേസും ഇതും ഈ 10 രൂപ മേടിക്കുന്ന കേസൊക്കെ പറഞ്ഞ് ഇയാൾ ഒരു ദിവസം 3000 കോടി ഉണ്ടാക്കുകയാണ്, ഒരു ദിവസം 100 കോടി ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ അലിഗേഷൻസൊക്കെ ഈ അണ്ണാമല ഉണ്ടാക്കി ഈ സെന്തിൽ ബാലാജിയെ ജയിലിലിട്ടു. ജയിലിൽ അടച്ചിട്ട് 7-8 മാസം ജയിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു പുള്ളി. അത് കഴിഞ്ഞ് പുള്ളി പുറത്ത് വന്നിട്ട് ഇപ്പോഴും ജയിച്ച് ഇപ്പോഴും അകത്ത് MLA ആണ് പുള്ളി. പക്ഷേ പുള്ളിയുടെ ആ പേരും ആ ഒരു പവറും എല്ലാം കളഞ്ഞുകൂടി ഈ കേസുകൊണ്ട്. ഈ 7 മാസം കഴിഞ്ഞ് പുള്ളിയെ പുറത്ത് വിട്ടപ്പോൾ എന്താ പറഞ്ഞ് പുറത്ത് വിട്ടതെന്ന് വെച്ചാൽ ആ കേസിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ മാത്രം തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് 7 മാസം ഒരുത്തനെ അകത്തിട്ടിട്ടാണ് ഈ പുറത്ത് വിടുന്നത്. അതേപോലെയാണ് ഇപ്പോൾ പിന്നെയും അയാളെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇവർ. ഒരു 7 മാസം പിടിച്ച് അകത്തിട്ടിട്ടേ സുഖമാണല്ലോ. ഈ ആൾക്കാരൊക്കെ ഒരു 7 മാസം അകത്ത് കിടന്നാൽ താങ്ങൂല. ഇപ്പോൾ നാട്ടിൽ നടക്കുമോ? പിണറായി സാറിൻ്റെ പേരിൽ കുറേ അലിഗേഷൻസൊക്കെ ഉണ്ട്. VD സതീശൻ സാറ് പെട്ടെന്ന് ഇത്രയും ക്രൂരത കാണിക്കുമോ? ഞാൻ അതാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഇയാളെ പിടിച്ച് അകത്തിട്, ഒരു 6 മാസം കിടക്കട്ടെ അകത്ത്, ഗോതമ്പുണ്ടേന്ന് തിന്ന് എന്ന് പറഞ്ഞ് അകത്തിട്ടിട്ട് 6 മാസം കഴിയുമ്പോൾ പുറത്ത് വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ നാട്ടിലെ ആൾക്കാർ VD സതീശനെ കൊന്നു കൊലവിളിക്കും. കോൺഗ്രസ്സുകാർ പോലും സത്യമായിട്ട് പറയുന്ന കോൺഗ്രസ്സുകാർ പറയും, എടാ എന്ത് വക വൃത്തിയായിട്ട പരിപാടിയാടാ ഇത്, 6-7 മാസം അകത്ത് കിടത്തിട്ട് ഒരു തെളിവില്ലെന്ന് പറഞ്ഞാൽ അത് മോശമായിപ്പോയി എന്നേ പറയുള്ളൂ. പക്ഷേ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ ഇങ്ങനെ കുറേ ഡിഫക്റ്റുകളുണ്ട്. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ പാണ്ടികൾ മറ്റേ തമിഴന്മാർക്ക് വിവരമില്ല എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറയും. കുറേ ആൾക്കാർ, വിവരമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തമിഴ്നാട്ടിൽ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എനിക്ക് മലയാളം ഞാൻ സംസാരിക്കുന്നതിനെക്കാട്ടിലും നല്ലതായിട്ട് ഞാൻ തമിഴ് സംസാരിക്കും. നമ്മുടെ ലാലേട്ടനൊക്കെ പറയുന്ന പോലത്തെ തമിഴല്ല എൻ്റെ തമിഴ് എന്ന് പറഞ്ഞാൽ മറ്റേ സാധാരണ മദ്രാസ് തമിഴ് എന്നൊക്കെ പറയുന്ന ചെന്നൈ തമിഴാണ്, ഫ്ലുവൻറ്റ് തമിഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെ വൃത്തിയായിട്ട ഒരു സ്ഥിതിയിലൂടെയാണ് തമിഴ്നാട് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതറിയാതെ നമ്മുടെ നാട്ടിൽ ഈ മെയിൻ സ്ട്രീം മീഡിയ മാത്രമല്ല, പിന്നെ ഈ യൂട്യൂബേഴ്സും ഇടയ്ക്കിടയ്ക്ക് വിജയുടെ കാര്യവും പറഞ്ഞുകൊണ്ട് വിജയ് ഭയങ്കരമാണ്, വിജയ് അങ്ങനെ ചെയ്തു, വിജയ് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വിജയ് ജയിച്ചപ്പോൾ തന്നെ ഞാനൊക്കെ കാർക്കിച്ച് തുപ്പുമായിരുന്നു. എന്ത് തേങ്ങയാടാ കാണിച്ചത് നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞു. ഇപ്പോൾ നോക്കുമ്പോൾ അവൻ വലിയ പുണ്യാളൻ, അവൻ വലിയ എന്തോ സംഭവം പോലെ ഇങ്ങനെ പൊക്കി വെച്ച് ഇങ്ങനെ നടക്കുന്നു നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ. അവനാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ അവനെതിരെ അവരെ പിടിച്ചകത്താക്കും. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരാളാണ്. തമിഴ്നാട്ടിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ അകത്ത് പോയിട്ടുണ്ട്. മുക്താർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, പിന്നെ സൂര്യ എന്ന് പറയുന്ന ഒരാൾ, പിന്നെ മാരിദാസ് എന്ന് പറയുന്ന ഒരാളിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വിട്ടു. പൊൻരാജ് എന്ന് പറയുന്ന ഒരാൾ അബ്ദുൽ കലാം സാറിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളിയാണ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. പുള്ളിയെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വിട്ടു. അതുപോലെ ഒരുപാട് അക്രമങ്ങളാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതറിയാതെ നമ്മുടെ ആൾക്കാർ, ഞാൻ ആ ഇലക്ട്രിസിറ്റിയുടെ സ്കാമിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ, അതാണ് ഞാൻ പറയാൻ വന്നത്. നമ്മുടെ ആൾക്കാർ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് തമിഴ്നാടിനെ കുറിച്ച് നിങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം, എന്നിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ വലിയ യൂട്യൂബേഴ്സിനോടാണ് പറയുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ അകത്ത് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ വളരെ പത്തറ്റിക്കായിട്ടുള്ളൊരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിജയിനെ സിനിമയിൽ കണ്ടു, അതുകൊണ്ട് ആരാധന മൂത്ത് അവന് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാണ്. ഇതിലെന്തോ വലിയൊരു സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാലം തെളിയിക്കും. കാരണം ഒരിക്കലും വരില്ലാന്ന്. 107 സ്ഥലങ്ങൾ ഒരു പാർട്ടി ജയിക്കുന്നത് എന്ന് പറയുന്നത് തന്നെ ഒരു ടൈറ്റായിട്ടുള്ളൊരു സംഭവമാണ്. 107 സ്ഥലങ്ങളിൽ ജയിച്ച പാർട്ടിക്ക് എന്തുകൊണ്ട്, അതും 50,000-80,000 വോട്ട് വ്യത്യാസത്തിൽ ജയിച്ച പാർട്ടിക്ക് 150 സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ജയിക്കാൻ പറ്റിയില്ല? 140 സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് ജയിക്കാൻ പറ്റിയില്ല? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞാൽ,
മെയ് 10 ആയപ്പോൾ ഇവർ പണി തുടങ്ങി. ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഈ മറ്റേ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ വെക്കണം. പിന്നെ കുറേ ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്യണം. ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നഷ്ടത്തിലാണ്, 1,50,000 കോടി എങ്ങാണ്ട് കടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അടുത്ത് തന്നെ നാളെയോ എന്തോ അതിൻ്റെ വെള്ളയറിക്കൈ എന്ന് പറഞ്ഞ് മറ്റേ വൈറ്റ് റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ തമിഴിലെ ട്രാൻസ്ലേഷൻ. ഞാൻ ഇംഗ്ലീഷിലോട്ട് മാറ്റിയപ്പോൾ വെള്ളയറിക്കൈ എന്ന് പറയുന്നത് വൈറ്റ് റിപ്പോർട്ട്. ആ പേപ്പർ അവർ പ്രസൻറ്റ് ചെയ്യും ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ഒരുപാട് ഇപ്പോൾ DMK കുറിച്ചുള്ള അലിഗേഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. 10 തുടങ്ങി തമിഴ്നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കറണ്ട് കട്ട് അങ്ങ് തുടങ്ങി. രാത്രിയും പകലും എന്നില്ല. രാത്രിയിലൊക്കെ 5 മണിക്കൂർ 4 മണിക്കൂറൊക്കെയാണ് കറണ്ട് കട്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ലെന്ന്. മെയ് 4 ചൂടായിരുന്നു, ജൂൺ മാസവും ചൂടാണ്. ഓക്കെ, ജൂൺ മാസത്തിൽ ചെറുതായിട്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ. ജൂൺ 1, 2, 3, 4, 5, 6, 7, 8 ഇതൊക്കെ തീയതികളിൽ എല്ലാ സ്ഥലത്തും മുടങ്ങാതെ കറണ്ട് കട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മറ്റേ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് DMK അനുഭാവികൾ ചെയ്യുന്നതാണ്. DMKയിലെ ആൾക്കാർ ഇപ്പോഴും അകത്തൊക്കെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. DMKയോട് കൂറുള്ള ആൾക്കാർ മനഃപൂർവ്വം കറണ്ട് കട്ട് ഉണ്ടാക്കി കളിക്കുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ട്രാൻസ്ഫോമറൊക്കെ ക്വാളിറ്റി ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ഈ താഴെ റൈറ്റ് സൈഡിൽ കാണുന്നവനാണ് CTR നിർമ്മൽ കുമാർ. അയാളാണ് മറ്റേ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മിനിസ്റ്റർ. പിന്നെ പറഞ്ഞു ഒരുപാട് തെളിവുകളുണ്ട് ഈ മറ്റേ സെന്തിൽ ബാലാജി കഴിഞ്ഞ മിനിസ്റ്റർക്കെതിരെ. ആ തെളിവുകളൊക്കെ ഞങ്ങൾ പുറത്തു വിടുമെന്ന് പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം പറഞ്ഞു 38 ഹാർഡ് ഡിസ്ക് കാണാതെ പോയി, 18 ഹാർഡ് ഡിസ്ക് കാണാതെ പോയി. എവിടുന്നാ? ഇലക്ട്രിസിറ്റി ഹെഡ് ഓഫീസിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കളക്ടറൊക്കെ ഉള്ള സ്ഥലമാണത്. ശരിക്കും അവിടെ മിനിസ്റ്ററിന് പോലും പവറില്ല. അവിടെ ആ കളക്ടറിനാണ് പവർ. മിനിസ്റ്റർ ഗൈഡൻസ് കാര്യങ്ങളൊക്കെയാണ്. മിനിസ്റ്ററിൻ്റെ ഗൈഡൻസിൽ കളക്ടറിനാണ് പവർ അവിടെ. അപ്പോൾ അവിടെ 38 ഹാർഡ് ഡിസ്ക് കാണാതെ പോയി. ചെറിയൊരു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അത് CBCIDക്ക് ഞങ്ങൾ മാറ്റി എന്നൊക്കെ പറഞ്ഞു. പിന്നെയും കറണ്ട് കട്ടൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഈ കറണ്ട് കട്ട് ഉണ്ടാവാനുള്ള ശരിക്കുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നാലേ ഈ ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ കുറ്റം പറഞ്ഞ് കഴിഞ്ഞ DMK സർക്കാരിനെ കുറ്റം പറഞ്ഞ് മെയ് 4 വരെ പോവാത്ത കറണ്ട് മെയ് 10 മുതൽ എങ്ങനെ പോയി തുടങ്ങി? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. പോയാലല്ലേ DMK സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഇവർക്ക് പുതിയ ട്രാൻസ്ഫോമറും പുതിയ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റൂ. ഇപ്പോൾ തന്നെ 250 ആൾക്കാരെ എടുത്തെന്ന് തോന്നുന്നു ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ആളിനെ എടുക്കുന്നതൊക്കെ നല്ലത്. ഇപ്പോൾ പെട്ടെന്ന് എടുത്തിട്ടുണ്ട്, നിയമനമൊക്കെ ഇന്നലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സ്കാം ഇനി വരുന്ന കാലങ്ങളിൽ കാണാം. പിന്നെ ഈ അടുത്ത് തന്നെ ട്രാൻസ്ഫോമർ അല്ല മേടിക്കാൻ പോകുന്നത്, സബ്സ്റ്റേഷനാണ് പണിയാൻ പോകുന്നത്. 15,000 കോടി രൂപയാണ് ഇപ്പോൾ അതിനുവേണ്ടി സാങ്ഷൻ ചെയ്തേക്കുന്നത്. അതും ഒരു ചോദ്യവും ഒരു ഉത്തരവുമില്ലാതെ സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. CM ആണത് സാങ്ഷൻ ചെയ്തിരിക്കുന്നത്. ഉടനെ പണികൾ തുടങ്ങി. കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടുകാർ കഷ്ടപ്പെടുന്നതുകൊണ്ട് ഉടനെ പണികളൊക്കെ തുടങ്ങിയിട്ട് ഈ പവർ കട്ട് സംഭവം ഒന്ന് അവസാനിപ്പിക്കുക എന്നാണ് ഗവൺമെൻറ് ഒരു നയം. പക്ഷേ പവർ കട്ട് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ DMK ആയിരുന്നു കാരണം. DMKയിലെ കഴിഞ്ഞ സർക്കാർ ചെയ്ത അഴിമതിയാണ്. പിന്നെ ഏറ്റവും മേളിൽ വിജയുടെ ഫോട്ടോയുടെ അടുത്തൊരു ഫോട്ടോ ഞാൻ വെച്ചിട്ടുണ്ട്. കീർത്തന എന്ന് പറയുന്ന ഒരു മിനിസ്റ്ററാണ്. ശിവകാശി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ജയിച്ച ആളാണ്. അപ്പോൾ പുള്ളിക്കാരി 18 വയസ്സേ ഉള്ളെന്ന് തോന്നുന്നു. പുള്ളിക്കാരി അടുത്ത ഒരു കള്ളം പറയുന്നതിൽ, പൊങ്ങത്തരം പറയുന്നതിൽ ഒരു എക്സ്പേർട്ടാണ്. പുള്ളിക്കാരി പറഞ്ഞ 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ചൈനയെക്കാട്ടിലും ഈ ശിവകാശി എന്ന് പറയുന്ന ഈ സ്ഥലം മറ്റേ പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് അത്. പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇവിടെ അതിനേക്കാട്ടിലും കൂടുതൽ നമുക്ക് സ്കോപ്പ് ഉണ്ടാക്കി പടക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് ചൈനയെക്കാട്ടിലും കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് വെളി രാജ്യങ്ങളിൽ പിടിക്കണം, എന്നിട്ട് വെളി രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു റീലിട്ടു പുള്ളിക്കാരി. പ്ലീസ്, ഐ എം കീർത്തന, ഐ എം ദ ന്യൂ മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് ഫ്രോം തമിഴ്നാടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോട്ടും മറ്റേ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് ഒരു റീലിട്ടു. അപ്പോൾ ഈ റീൽ കണ്ടിട്ട് ഒരുപാട് ഇൻഡസ്ട്രീസ് തമിഴ്നാട്ടിലേക്ക് വന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷേ ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിക്കാരിയുടെ ഏതോ ഒരു അസിസ്റ്റൻറ്റോ അതോ പുള്ളിക്കാരി തന്നെയോ ആരോ ഒക്കെ കൂടി DMK സമയത്ത് അവർ റെഡിയാക്കി വെച്ചിരുന്ന ചില ഡീലുകൾ 30,000 കോടിയോ 60,000 കോടിയോ 1,50,000 കോടിയോ എങ്ങാണ്ട് മതിക്കത്തക്ക ഡീലുകൾ, ഈ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡീലുകൾ, അതൊക്കെ അയൽ സംസ്ഥാനമായ ആന്ധ്രയിലേക്ക് വിട്ടുകൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആന്ധ്രയിലേക്ക് അത് പോയി ആ ഡീലുകളൊക്കെ. അപ്പോൾ ഈ ഡീലുകളൊക്കെ എങ്ങനെ ആന്ധ്രയിലേക്ക് പോയി എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ അടുത്ത് തന്നെ ഒരു 2 ദിവസം മുമ്പേ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോ അല്ല, പത്രക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എൻ്റെ കയ്യിൽ എല്ലാ തെളിവുമുണ്ട്, ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ആന്ധ്രയിലേക്ക് പോയി എന്നുള്ളത്. ഇതൊക്കെ DMK ആണ് കാരണം, ഇതിന് മുമ്പുള്ള സർക്കാരാണ് കാരണം. അവർ പോകുമ്പോൾ ഉടനെ അവർ ഈ ഡീലൊക്കെ ക്യാൻസലാക്കിയിട്ട് പോയി എന്നുള്ള രീതിയിൽ ഒരു കള്ളം പറഞ്ഞു വെച്ചിട്ട് പോയിട്ടുണ്ട്.
അപ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ ആൾക്കാർ ഈ വിജയെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും. വിജയ്ക്ക് ശരിക്കും ഒരാൾ എഴുതിത്തരാതെ, ഞാനിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചു, മൈക്കും പിടിച്ചാണ് സംസാരിക്കുന്നത്. ഇതിപ്പോൾ ക്യാമറയുടെ മുന്നിലാണെങ്കിലും ഞാൻ സംസാരിക്കും, ഇതേപോലെയാണ് എൻ്റെ സംസാരം. പക്ഷേ ഈ വിജയ് എന്ന് പറയുന്ന ആൾക്ക് ആരെങ്കിലുമൊക്കെ എഴുതി കൊടുത്ത് അത് പ്രാക്ടീസൊക്കെ ചെയ്താലേ പുള്ളിക്കത് സംസാരിക്കാൻ പറ്റുള്ളൂ, പുള്ളിക്കത് റിഹേഴ്സലൊക്കെ ചെയ്തിട്ടേ പുള്ളിക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് പുള്ളിക്ക് സമയം വേണം. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയണമെങ്കിൽ ഒരു 2-3 ദിവസം. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ പുള്ളി ട്വീറ്റ് ടൈപ്പ് ചെയ്യുന്നതൊക്കെ വേറെ ആൾക്കാരാണല്ലോ. അപ്പോൾ IT വിങ് എന്ന് പറയുന്ന സംഭവം വളരെ സ്ട്രോങ് ആണ്. കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട് ഇവരെക്കുറിച്ച്. നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇവരെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ ഇവരൊരു സാധാരണക്കാരൻ്റെ ഒരു സർക്കാരായിട്ടാണ് ഇവരെ നമ്മുടെ നാട്ടിൽ കാണുന്നത്. എന്തോ ഒരു ഭയങ്കര സംഭവിച്ചു. വിജയ് വന്നിട്ട് ഒരുപാട് ആൾക്കാർക്ക് സത്യാവസ്ഥ അറിയാൻ ചെയ്യാൻ കേട്ടോ, അതില്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴാണ് ഇവന്മാരൊക്കെ കാശ് മേടിച്ചിട്ടാണോ ചെയ്യുന്നത് അതോ ഒന്നും അറിയാതെയാണോ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു സംശയം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. 10-20 മിനിറ്റായി. ഇവിടെ കുറേ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് റെക്കോർഡിങ്ങിനുള്ള സ്ഥലവും സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. എന്താണേലും നമ്മുടെ നാട്ടിലുള്ള യൂട്യൂബേഴ്സിനോട് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. ദയവേത് നിങ്ങൾ കുറേ കൂടെ ഈ വിജയ് എന്ന് പറയുന്ന ആളുടെ സർക്കാരിനെ കുറിച്ച് കുറേ കൂടെ നിങ്ങൾ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ വീഡിയോസ് ഇറക്കാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ വീഡിയോയ്ക്ക് അത്രയും റീച്ചൊന്നുമില്ല, കൂടി 1000 പേര് കാണും. പക്ഷേ ബൈ ചാൻസ് സപ്പോസ് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ആയതുകൊണ്ടാണ്, എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. റീച്ച് കിട്ടാനാണെങ്കിൽ ഞാനിപ്പോൾ 2-3 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊന്നും ഞാനങ്ങനെ പറയാറില്ല. അതിപ്പോൾ ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ ചെയ്തോളും. അത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതൊരു മണ്ടത്തരമായിട്ടാണ് പലരും കണക്കാക്കുക. പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസം കൊണ്ടല്ലേ മുന്നോട്ട് പോവാം. അപ്പോൾ എന്താണേലും ഈ ഒരു കാര്യം യൂട്യൂബേഴ്സ് ദയവേത്, ഓൺലൈൻ മീഡിയയിലൊക്കെ ഉള്ളവർ, ന്യൂസ് ചാനൽസ് ആയാലും ദയവേത് എന്താണ് അവിടെ അകത്ത് സംഭവിക്കുന്നതെന്നുള്ളത് നിങ്ങൾ അവിടുത്തെ മീഡിയയിലും അവിടുത്തെ ആൾക്കാരിലും അവിടെ പോയൊക്കെ റിസർച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കരം. അത് ശരിക്കും വർത്തായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശരിക്കും ഒരു വിസിൽ ബ്ലോവർ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇവരുടെ അഴിമതിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് എന്തൊരു സുന്ദര ഭൂമിയാണ്, എന്തൊരു സർക്കാരാണ് എന്ന് നിങ്ങൾ ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യും. നമ്മുടെ VD സതീശൻ സാറിനെ കണ്ടിട്ട് എനിക്ക് ശരിക്കും ഓഗസ്റ്റ് 1 സിനിമയാണ് ഓർമ്മ വന്നത്. പുള്ളി ശരിക്കും സുകുമാരൻ സാറിൻ്റെ ആ സിനിമയിൽ എഴുതിയ ആ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, ആ ഒരു രാമു എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. CM നമ്മുടെ ക്യാപ്റ്റൻ രാജു വന്നിട്ട് കൊല്ലാനായിട്ട് ശ്രമിക്കുകയുള്ളൂ. 1986 88 റിലീസായ സിനിമയാണ്. ആ സിനിമയിൽ ക്യാപ്റ്റൻ രാജുവിനെ ശരിക്കും കണ്ട പേടിയാവും. പിന്നെ ക്യാപ്റ്റൻ രാജുവിനെ ഊക്കി വിട്ട ഒരു സിനിമയാണ് മറ്റേ നാടോടിക്കാറ്റ്. കില്ലർ പവനായി ശവമായി എന്ന് പറഞ്ഞ് ഈ ഓഗസ്റ്റ് 1 സിനിമയിൽ ആ ഒരു ക്യാരക്ടർ ചെയ്ത പോലത്തെ കാര്യങ്ങളാണ് നമ്മുടെ VD സതീശൻ സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മറ്റേ വെഹിക്കിൾ മോഡിഫിക്കേഷനിൽ കുറച്ച് വളിപ്പായിട്ടുണ്ട്. അതെന്തോ പുള്ളി ശരിക്കും ഒന്ന് റിസർച്ച് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷനൊക്കെ കൊടുക്കായിരുന്നു. അല്ലാതെ സീറ്റ് കവർ മറ്റേ ഫ്ലോർ മാറ്റ് എന്നൊക്കെ പറഞ്ഞ് അത് വളിപ്പായിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളിപ്പാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും കേരളത്തിലെ സർക്കാർ അടിപൊളി തന്നെയാണ്. ഇപ്പോൾ ഉള്ള സർക്കാർ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കിടക്കായിരുന്നല്ലോ കേരളം. ഇനിയെങ്കിലും കുറച്ചാലും ശ്വാസം നേരെ വിടട്ടെ. പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് ജയിക്കാനും ശരിക്കും കോൺഗ്രസ് അല്ല കാരണം, അതിലും വേറെ കളികളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യാം.